ഗൈസ് ഗുഡ് മോർണിംഗ്. എൻ്റെ കോലൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഉറങ്ങി എണീറ്റവാടാണേ. എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ 10 മണി വരെ നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങി എണീറ്റ് വരുന്ന വരവാണ്. ഇതാ എൻ്റെ വീടാണിത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീട്ടിൻ്റെ പരിസരവും ഒക്കെ ഒന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. കുറേ ദിവസം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഒരാഴ്ചയൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നൊരു സുഖം, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം തന്നെയാണല്ലേ. ആൺകുട്ടിയൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, പെൺകുട്ടിയൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവും. അതും കല്യാണം കഴിഞ്ഞിട്ടുള്ള എന്നെപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ. ഞങ്ങളുടെ പക്ക ഒരു നാട്ടിൻ പ്രദേശത്ത് തന്നെയാണ് ഞങ്ങളെ വീട് വരുന്നത്. വയലും പുഴയും ഒക്കെ അടുത്ത് തന്നെ ഉണ്ടേ. സത്യം പറഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് കേട്ടോ ഇവിടെ. ഇവിടുത്തെ വാതിക്കൽ ഇരുത്തിയുമ്പോൾ കിടന്നാലുണ്ടല്ലോ നല്ല ഉറക്കം വരും, നല്ല കാറ്റാണേ. അച്ഛൻ മരിച്ചേ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങനെ വന്ന് നിൽക്കാറൊന്നുമില്ല. എപ്പോഴെങ്കിലും വന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി പോവാറാണേ പതിവ്. എപ്പോഴും വീട് വൃത്തിയാക്കുന്നത് അച്ഛനായിരുന്നേ. വീട് വൃത്തിയാക്കുന്നതിന് വീടിൻ്റെ ഉൾവശമല്ല, പുറം വശം. വീടിൻ്റെ പുറത്തുള്ള പുല്ലും കാടും ഒക്കെ എപ്പോഴും ക്ലീൻ ആയിക്കൊണ്ടേയിരിക്കും. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാർ പോകുന്ന വഴിയൊക്കെ നല്ല പക്ക ക്ലീൻ ആയിരിക്കും. ഇപ്പം നോക്കി അച്ഛനില്ലാതായോക്കും ഇതിവിടെ നിറച്ചും കാടും പടലും പിടിച്ച് മൂടിക്കിടക്കുകയാണേ. അച്ഛനില്ലാതായതോടെ ഞങ്ങളെ വീട് മാത്രമല്ല കേട്ടോ, പരിസരം മൊത്തം ഒന്ന് ഉറങ്ങിക്കിടക്കും പോലെ എനിക്ക് തോന്നുന്നത്. ഇതാണ് ഞങ്ങളെ വയല്. അടിപൊളിയല്ലേ? നമ്മളെ വീട്ടിൻ്റെ വയലാണ് ഉള്ളത്. ഭയങ്കര വെയിലാണ്, രാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര വെയിലാണ്. പൊട്ടുന്ന വെയിൽ. ഹായ് പറ ലിയോ, ഹായ് പറ ലിയോ. എന്താണെന്നറിയില്ല, ഈ പശു കുറേ നേരമായിട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ കുത്തി മറിച്ചിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. നമുക്ക് കുറച്ച് അങ്ങോട്ട് നിന്നാലോ? പക്ഷെ നമ്മളെ തന്നെ നോക്കുന്നുണ്ട് ഗൈസ്. അയാൾ നോക്കുന്നുണ്ടോ? ഞാൻ ആടുന്ന് വീഡിയോ എടുക്കുമ്പോൾ അയാൾ എന്നെ കുത്താൻ വന്നതാണ്. ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. കുത്താൻ വന്നിനാ? പശു കുത്താൻ വന്നിനാ? പശു എടുത്തു. ഞാളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വെയിലായതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് വൈകുന്നേരം വരാം, വൈകുന്നേരത്തെ വ്യൂ കാണിച്ചു തരാം. പോവാ പോവാ വാ. അമ്മ എടുക്കണോ? അമ്മ എടുക്കാം. നല്ല കാടായിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് ഒന്നും വരാത്തത് കൊണ്ട്. ഇതൊക്കെ നല്ല പോലെ കാട് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ താമസിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും ഇത്ര കാടൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടോ, ഈ കണ്ടത്തിലൊക്കെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ നടുന്നതാ. എവിടെയൊക്കെ പച്ചക്കറി നടുന്നതാ. ഇക്കണ്ടം, അപ്പുറത്തെ കണ്ടം, പിന്നെ ഇതാ ഈ കണ്ടം. ഇതൊക്കെയാണ് പച്ചക്കറി കണ്ട വെള്ളരി, വെണ്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടലുണ്ട്. പിന്നെ ആരും ഇങ്ങോട്ടേക്ക് പച്ചക്കറി നടാൻ വരത്തില്ല, ആരും എടുക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്നാലും അങ്ങ് താഴോട്ടൊക്കെ ഉണ്ടായിരുന്നു, പ്രാവശ്യം ആരും എടുക്കുന്നില്ല. കണ്ടൊക്കെ ഞങ്ങൾ പിടിക്കുക എങ്ങനെ ഈ സമയമാകുമ്പോൾ ഇതെൻ്റെതാ അതെൻ്റെതാന്ന് പറഞ്ഞിങ്ങനെ ഓരോരുത്തർ കൊത്തിയിടുകയും ചെയ്യും, പിടിച്ച് വെക്കുകയും. അപ്പോൾ അതൊന്നുമില്ല, എല്ലാം തന്നെ. ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കാത്ത കുറേ ആയി, ഒരു 6-7 മാസത്തിൻ്റെ മേലെയായി ഇങ്ങോട്ടേക്ക് വരാത്തത്. അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് അങ്ങനെ വന്ന് നിൽക്കാറൊന്നുമില്ല. അമ്മേനെ പിന്നെ ഞാനങ്ങ് എൻ്റെ കൂടെ കൂട്ടി, അതുകൊണ്ട് ഇവിടെ ആരും വരത്തില്ല. എപ്പോഴെങ്കിലുമൊക്കെ വന്ന് അടിച്ച് വാരി തുടച്ചിട്ടിട്ട് ഞങ്ങളങ്ങ് പോകും. അതുകൊണ്ട് വഴിയൊക്കെ നമുക്ക് നല്ല കാട് പിടിച്ച് കിടക്കുക, വഴിയൊന്നും ഇല്ല. അയ്യോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയേ. തായറിങ്ങ നടന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ്. അമ്മ ഇതാ വെള്ളം എടുക്കാൻ അപ്പുറത്തെ വീട്ടിലേക്ക് പോവാണ്. കുടിക്കുന്ന വെള്ളം ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. ഇവിടുത്തെ വയലിലെ വെള്ളമായതുകൊണ്ട് തന്നെ അത്ര നല്ലതല്ല. അച്ഛൻ നട്ട് വളർത്തിയതാണ് ഈ കുരുമുളകും കാര്യങ്ങളൊക്കെ. കുറേ നാളുകൊണ്ട് ആലോചിക്കുന്നതാണ് ലോങ് വീഡിയോ ഇടണം എന്ത് കണ്ടന്റ് ഇടും എന്തിടും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വരുന്ന സ്ഥിതിക്ക് ഇവിടുത്തെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അമ്മ വെള്ളം കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേനെ. ടാറ്റാ.